നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിപിൻ സാറേ, സാറ് ഓഫീസിലേക്ക് ഇറങ്ങിയോ? ഞാൻ ദീപ ഇറങ്ങും. സാറേ, സാറിന്റെ കൂടെ ഞാനും ഓഫീസിലേക്ക് വരട്ടെ? എന്തിന്? വെറുതെ. വെറുതെയോ? പല്ലവി, എനിക്ക് ഓഫീസിൽ ഒത്തിരി ജോലിയുണ്ട്. ചേട്ടൻ ആക്സിഡന്റ് ആയി കിടന്നപ്പോ മുതല് ഞാനല്ലേ ഓഫീസിലെ കാര്യങ്ങള് അവർക്ക് പകരം നോക്കുന്നത്. ഇപ്പോ അവര് ചെയ്യേണ്ട ജോലികൾ ഞാൻ ഏതാണ്ട് ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിലും ഇനിയും കുറെയേറെ ചെയ്തു തീർക്കാനുണ്ട്. അതിന്റെ ഇടയ്ക്ക് നീ കൂടി വന്ന അത് ശരിയാവില്ല. സാറിന് എന്റെ വിഷമം മനസ്സിലാവില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഇതുവരെ നമ്മള് ഒരുമിച്ചൊരു ഹോട്ടലിലേക്കോ ഒരു റെസ്റ്റോറന്റിലേക്കോ ഒരു മോളിലേക്കോ അങ്ങനെ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടോ? ഒന്നുമില്ലെങ്കിലും ഒരു ബീച്ചിലെങ്കിലും പോയിട്ടുണ്ടോ? അല്ല, അവിടെയൊക്കെ പോയിട്ട് നമ്മൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യാനാ? വെറുതെ അവിടെ ഇവിടേക്ക് ഒന്ന് കറങ്ങി നടക്കാന്നല്ലേ ഉള്ളൂ. അതൊന്നും എനിക്കറിയില്ല. സാർ എന്നെ ഇതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയേ മതിയാവും. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാന്നല്ലേ പറയാം. അവിടെ ചെന്നിട്ട് നമ്മൾ രണ്ടുപേരും ചേർന്നിങ്ങനെ ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുക്കും. എന്നിട്ട് ഞാനത് ഇന്റർനെറ്റിലിടും. ഇപ്പൊ എല്ലാരും അങ്ങനെയാ ചെയ്യുന്നത് സാർ. നമുക്ക് എവിടെയെങ്കിലും പോവാ സാറേ. ഞാനും കൂടെ വരാം. പല്ലവി, ഓഫീസിലെ ജോലി മാറ്റി വെച്ചിട്ട് ഒരു പ്രോഗ്രാമും ഇല്ല. അപ്പോ എന്നെ പുറത്ത് എവിടെയും കൊണ്ടുപോയില്ലെന്നാണോ? പല്ലവി, ഓഫീസിലെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഞാൻ ഏതാണ്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന അവസ്ഥയില. നീയായിട്ട് ഓരോന്ന് പറഞ്ഞ് എന്റെ ഭ്രാന്ത് ഇരട്ടിപ്പിക്കരുത്. സാറേ, ഞാൻ സാറിനോട് ആവശ്യപ്പെട്ട കാര്യം ഒരു തെറ്റാണോ? വിവാഹം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും എവിടെയും പോവാതെ വീട്ടിൽ തന്നെയാണോ ഇരിക്കുന്നത്? ഓരോരുത്തർ എവിടെയൊക്കെ പോകുന്നു. ഹണിമൂൺ ആഘോഷിക്കാൻ വിദേശത്തൊക്കെയാ പോകുന്നത്. നമ്മളിതേ ഇതുവരെ ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി ഒരിടത്തേക്കും പോയിട്ടില്ല. അല്ല, ഹണിമൂൺ ആഘോഷിക്കാൻ പറ്റിയ അവസ്ഥയിലായിരുന്നല്ലോ നമ്മള്. അതൊക്കെ കഴിഞ്ഞു. ഇനി അതേപറ്റി ഒന്നും ഓർമ്മിക്കണ്ട. നമുക്ക് ഇനിയുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കാം. നീ അങ്ങോട്ട് മാറിക്കേ, എനിക്ക് പോണം. സാറേ, ഞാൻ ഇപ്പൊ വിദേശത്ത് പോയി ഹണിമൂൺ ആഘോഷിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഇവിടെ തൊട്ടടുത്ത് എവിടെയെങ്കിലും പോകുന്ന കാര്യമല്ലേ പറഞ്ഞുള്ളൂ. സാറേ, ഞാനും കൂടെ വരിക. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോവാം. പല്ലവി, നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? എനിക്ക് എവിടെയെങ്കിലും പോണം. പോയേ മതിയാവും. ശരി ശരി, പോവാം. എന്നാ ഞാൻ റെഡി ആവട്ടെ? പോകാന്ന് പറഞ്ഞത് ഇപ്പോഴല്ല. ഇപ്പൊ ഞാൻ ഓഫീസിലേക്ക് ചെല്ലട്ടെ. എന്നിട്ട് വൈകുന്നേരം മടങ്ങി വന്നിട്ട് നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോവാം. ഉറപ്പാണോ? ആ, ഉറപ്പ്. ഇനി വാക്ക് മാറ്റില്ലല്ലോ? വൈകിട്ട് പറ്റില്ല എന്ന് പറയരുത് കേട്ടോ. ഇല്ല, നീ വൈകുന്നേരം റെഡി ആയിരിക്കും, നമുക്ക് പോവാം. അച്ചടാ, എന്റെ പൊന്നാറിയ വിപിൻ സാറ്. എന്നാലേ സാറ് പോയിട്ട് വാ. സാറ് വരുമ്പോഴേക്കും ഞാൻ റെഡിയായി കാത്തിരിക്കും. ശരി ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.